ഞാൻ ജസ്റ്റ് സീറ്റ് കവർ കാണിച്ചു തരാം. ഒരു സീറ്റ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കണ്ട, ഇത് നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ. നമ്മളെ സീറ്റെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസോളിൻ്റെ പീസ് ഞാൻ ഒരു കാണിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ 1, 2 നമ്മൾ ലൈനെല്ലാം എടുത്ത് ഹോളെല്ലാം ഇട്ട് നമ്മളതിനെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഒന്നും കൂടെ ഇട്ട് കാണിച്ചു തരാം. റിവേഴ്സ് ഇട്ടാൽ കണ്ടോ, ചെറിയ ക്യാമറ ഉണ്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള, അതായത് 2023 മോഡലായിട്ടുള്ള ബലേനോയ്ക്കകത്താണ് നമ്മൾ സീറ്റ് കവർ, MLF ഫ്ലോർ മാറ്റ്, അതേപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ പേരിൻ്റെ ഒരു സീറ്റാണ്. അപ്പോൾ സീറ്റൊക്കെയകത്ത് നമുക്ക് ഇൻബിൾട്ട് റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതിനകത്ത് ടച്ച് സ്ക്രീൻ ആയപ്പോൾ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോസ് ആണ് വരുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് റിയർ ക്യാം അവൈലബിൾ അല്ല. പക്ഷേ അത് റിയർ ക്യാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ആ ഒരു ടച്ച് സ്ക്രീനിലോട്ട്. കാര്യം നമുക്ക് അതിനകത്ത് ആക്ടിവേറ്റർ, ക്യാമറ ആക്ടിവേറ്ററും അതേപോലെ റിയർ ക്യാമും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അടിച്ചേക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ വർക്കിൻ്റെ കൂടെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുള്ള ബെല്ലൈക്കൺ ലഭിച്ച് ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റീരിയോസും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ, ഇവിടെ ജസ്റ്റ് സ്റ്റീരിയോ ഒന്ന് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഗ്രീൻ ടൈപ്പ് ഹോളുണ്ടായിട്ടോ. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റീരിയോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനകത്താണ് നമ്മൾ ഈ ഒരു കപ്ലെയർ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു കപ്ലെയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പം അത് ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അതിനകത്ത് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചോദിച്ചിട്ട് ഒരുപാട് പേര് പുതിയ വാഗണറിനകത്തൊക്കെ നമ്മൾ ഇതേപോലെ കപ്ലെയർ മേടിച്ചിട്ട് ഇടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന വണ്ടികളിനകത്ത് ഈ ഒരു കപ്ലെയർ കാണത്തില്ലായിരിക്കും. മനസ്സിലായി? അതിനകത്താണ് ഇങ്ങനൊരു കപ്ലെയർ കൂടെ വരുന്നത്. ഇതിനകത്ത് റിവേഴ്സിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു കപ്ലെയർ ഉണ്ടോ, ഈ ഒരു കപ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവേഴ്സ് ക്യാമ് വർക്ക് ആകത്തുള്ളൂ. കാര്യം ഇതിനകത്ത് റിവേഴ്സ് ക്യാമിൻ്റെ ആക്ടിവേറ്റർ ലൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ കൂടെ ചേർന്ന് വരുന്ന കപ്ലെയർ ഉണ്ട് നമുക്ക് മേടിക്കാനായിട്ട്. അത് 360 കണക്ട് ചെയ്യുന്ന ക്യാമാണ്. അത് OI ക്യാമക്കിനകത്ത് 360 ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കപ്ലെയറും നമ്മളെ ഈ ഒരു ഗ്രീൻ കളർ കപ്ലെയർ കൂടെ ഇട്ട് വരുന്നത്. അപ്പോൾ അതിനകത്താണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തിപ്പോൾ നമ്മൾ അഡീഷണൽ സ്റ്റീരിയോ വെച്ചാൽ പോലും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല. അതേപോലെ നമുക്കത് ഈ ഇത്രയും കപ്ലെയർ ഫില്ലാണ് ഈ ഒരു കപ്ലെയർ ഒഴിച്ച്. അപ്പോൾ അതിലോട്ട് നമുക്കിതാ ഈ ഒരു പീസ് ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്കിതാ ഈ ഒരു വയർ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വയർ നമുക്ക് അകത്തോടെ എടുക്കാൻ കേട്ടോ. അതായത് നമ്മൾ കൺസോളിൻ്റെ അകത്തോടെ ഡാഷ് ബോർഡൊക്കെ അഴിച്ചതിന് ശേഷം അതിനകത്തോടെ നമുക്ക് ഇതിനെ ഉൾഭാഗത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ട ഈ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, റിയർ ക്യാമറയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് സീറ്റൊക്കെ നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ MLF ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ അടുത്ത ടാസ്ക് വർക്ക് എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെ ഇതാ നമ്മളെ സുഹൈൽ മോൻ ഇത് നമ്മളെ വണ്ടിയുടെ സീറ്റൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്ക് സീറ്റും ഒക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഏത് സീറ്റ് ഫ്രണ്ടാ? അത് ഊരി വെച്ചാ ഡ്രസ് എല്ലാം റിമൂവ് ചെയ്തോ. അപ്പോൾ അതിൻ്റെ കൺസോളെല്ലാം ഊരണം. അപ്പോൾ നമുക്ക് ഇത് MLF ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസോളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. കൺസോളൊക്കെ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ ജസ്റ്റ് ലോക്കാണ് കേട്ടോ. ഈ ലോക്കൊക്കെ കണ്ട ഇത്രയുള്ള കൺസോൾ ഊരാനായിട്ട് സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാം എൻ്റെ സെറ്റപ്പുകളൊക്കെ. നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ ജസ്റ്റ് വലിക്കുകയും ചെയ്യില്ല. ചിലപ്പോൾ പൊട്ടിക്കായി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില നേരത്തൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി സൂക്ഷിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ കണ്ട് ചെയ്യാനായിട്ട് നോക്കുന്ന മിക്കളൊക്കെ പണികൾ കിട്ടാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും നോക്കി ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യലെന്ന് പറയില്ല, ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടെന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയങ്ങളിൽ നമുക്ക് വിജയം കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ നമ്മളെ സീറ്റെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസോളിൻ്റെ പീസ് ഞാൻ ഒരു കാണിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ 1, 2, 3, 4 അകത്ത് 2 പീസ്, 5, 6. പിന്നെ അതാ ഈ സൈഡിലത്തെ ബോൾട്ട് ഉണ്ട്. സൈഡിലത്തെ ബോൾട്ട് എനിക്കൊന്ന് ഷോറൂമിൽ വരേണ്ട ഊരിയതാണ്. ഇങ്ങനെ ഊരി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പകുതി. എനിക്കൊന്ന് അപ്പോൾ PDA വർക്കിന് എടുത്തായിരുന്നു. വണ്ടി എന്തായാലും PDA കയറുമല്ലോ, അന്നേരത്തെ അവർ ചെയ്തായിരിക്കും. അപ്പോൾ കൺസോളുകൾ ഊരണം. കാര്യം വെച്ചാൽ നമ്മൾ MLF മറ്റേ പക്ക ഫിറ്റ്മെൻറ്റോടെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസോൾ ഊരുന്നത്. എല്ലാ വണ്ടിക്കും നമുക്ക് ഊരേണ്ട ആവശ്യമില്ല. ചില വണ്ടിക്ക് നമ്മൾ ഊരി കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡിൽ സ്ക്രൂ വരുന്ന വണ്ടികൾക്ക് നമുക്ക് ഊരി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ MLFും സീറ്റ് കവറും ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാമറയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബലേനയ്ക്കകത്ത് മാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലോ
പ്രിവെൻ്റ് ആണ്. അപ്പം ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് 2 കൊല്ലം കഴിയാൻ നേരത്തെ ഇത് നശിച്ച് പോകുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ 2 അല്ല, ഇത് ഇറങ്ങിയ കാലം പോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ എല്ലാ വണ്ടിയിലേക്ക് കിടപ്പുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്ന ഒരു വണ്ടിയിൽ ഈ ഒരു സംഭവം ഡാമേജ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും കുത്തി കീറുക അല്ലാതെ ഒരു മാർഗ്ഗമില്ല കേട്ടോ, ഇത് കീറിപ്പോകാനായിട്ട്. അല്ല ചവിട്ടി കീറുന്നതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഒരെണ്ണം പോലും വാറണ്ടിക്ക് പോലും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതാണ് വേറൊരു കേസ് കേട്ടോ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല ഈ സംഭവം. കണ്ടില്ലേ, സംഭവം സെറ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഒരു ബാലേനയ്ക്കകത്ത് വെള്ളം കയറിയതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കാണിക്കുന്ന വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് സീറ്റ് കവർ കാണിച്ചുതരാം. ഒരു സീറ്റ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കണ്ട, ഇത് നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് സീറ്റ് കവറാണ്. ഇത് നമ്മൾ ജസ്റ്റ് പുറത്തൂടെ ആഡ് ചെയ്യണത്. അതായത് ഈ ഒരു മെറ്റീരിയലിൻ്റെ പുറത്തൂടെ തന്നെ നമ്മൾ സീറ്റ് കവർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്ക് ബാക്ക് ചാരും ഇരിപ്പും ഈ ഒരു ചാരും മാത്രമാണ് കേട്ടോ എനിക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ടെയിലൈറ്റൊക്കെ ഇളക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വയർ സ്ലീവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വയർ കട്ടിങ് അല്ല, നമ്മളതിൻ്റെ പുറത്തുള്ള പുറഭാഗത്ത് ആ ഒരു കോട്ടിങ് റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് വയർ ആഡ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഹോൾ അടിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഹോൾ അടിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഹോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കി നേരത്തെ വെച്ചിട്ടുണ്ടേ, നമ്മളത് നോക്കിയതാ ഉണ്ടോ, നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ റിയർ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ MLF ഫ്ലോർ മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് കവർ ജസ്റ്റ് കാണിച്ചടാ. ഫുൾ ബ്ലാക്കിനകത്ത് നമ്മൾ ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതൊരു ഡയമണ്ട് ഷേപ്പ് സ്റ്റിച്ചിങ്ങാണ് ചെയ്തത്. ഇത് നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ് കേട്ടോ. ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഫെനോ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നാപ്പയൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും അപ്പോൾ ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ളതല്ല, എന്നാലും അത്യാവശ്യം ചെയ്യേണ്ട രീതിയിലൊരു സീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ MLF ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. അപ്പോൾ ഈ ക്യാമറ ചെയ്തിരിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഓൾറെഡി. ക്യാമറ ചെയ്തിരിക്കുന്ന ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുൾ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാ നമ്മൾ റിയർ ക്യാമ ഉണ്ടല്ലേ, ഇപ്പോൾ റിയർ ക്യാമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മുടെ സീറ്റ് കവർ, MLF, റിയർ ക്യാം, ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അക്സസറീസ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസുകൾ വേണമെങ്കിലോ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തണമെങ്കിലോ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ബൈ.